നമസ്കാരം. ഇൻകം ടാക്സിലെ 80 എന്ന് പറയുന്നൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻകം ടാക്സിൽ 80 അനുസരിച്ച് ഡിഡക്ഷൻ എലിജിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഒരാളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 5 ഹെഡിലുള്ള ഇൻകം അത് ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എമൗണ്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ചാപ്റ്റർ 6 അനുസരിച്ചുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കും. ബാക്കി കിട്ടുന്ന എമൗണ്ടിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 6 വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 80E ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ആ സെക്ഷൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോണിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് 80 അനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. ആ എമൗണ്ടിന് ടാക്സ് പേ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഡിവിജ്വലാണ് ബേസിക്കലി ഈ പറയുന്ന എമൗണ്ടിന് എലിജിബിൾ എന്ന് പറയുന്നത്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞ എമൗണ്ട് ഏതാണ്? ലോണിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ EMIയിലെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റും ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റും ഉണ്ട്. അതിലെ ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? 80യിലെ ഡിഡക്ഷൻ എലിജിബിളാണ്. പക്ഷേ എല്ലാ എഡ്യൂക്കേഷൻ ലോണും എലിജിബിൾ അല്ല. ഹയർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയായിരിക്കണം. അതായത് +2 ശേഷം നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ, അല്ലെങ്കിൽ +2 ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സിന് ശേഷം പഠിക്കുന്ന കോഴ്സുകൾക്കാണ് 80 അനുസരിച്ച് ഡിഡക്ഷൻ എലിജിബിൾ. നമുക്കറിയാം, ഇപ്പോൾ പല ആൾക്കാരും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും ഹയർ സ്റ്റഡീസിന് പോകുമ്പം ലോൺ എടുക്കാറുണ്ട്. ഈവൻ ഹയർ എഡ്യൂക്കേഷൻ പേഴ്സ്യൂയിങ് ഇന്ത്യക്ക് പുറത്താണെങ്കിലും അത് എന്തിന് എലിജിബിളാണ്? 80 അനുസരിച്ച് ഡിഡക്ഷൻ എലിജിബിളാണ്. SSCയുടെ സ്റ്റഡീസിനാണോ അതോ വേറെ ആരെങ്കിലും സ്റ്റഡീസിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SSCയുടെ സ്റ്റഡീസിനും സ്പൗസിൻ്റെ പർപ്പസിനോ ചിൽഡ്രൻ്റെ പർപ്പസിനോ എടുത്ത ലോൺ ആണെങ്കിലും നമുക്ക് 80 അനുസരിച്ച് ഡിഡക്ഷൻ എലിജിബിൾ ആണ്. ഒരു കാര്യം, നമ്മൾ എടുത്തേക്കുന്ന ലോൺ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത ലോൺ ആയിരിക്കണം. റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ എടുത്ത ലോൺ ആണെങ്കിൽ അതിന് 80 അനുസരിച്ച് ഡിഡക്ഷൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ, SSCയുടെ ഇൻകത്തിൽ നിന്നായിരിക്കണം ഈ ഇൻട്രസ്റ്റ് റീപേ ചെയ്യുന്നത്. ഇപ്പോൾ പേരൻസ് ഒരു ലോൺ എടുത്തു, അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് മക്കളാണെങ്കിൽ അവർ ഫോറിനിൽ നിന്ന് ഏൺ ചെയ്ത് ഇൻകത്തിൽ നിന്നാണ് പേ ചെയ്തെങ്കിൽ ഡിഡക്ഷൻ എലിജിബിൾ അല്ല. അപ്പം നിങ്ങൾ ടാക്സ് പ്ലാനിങ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പറയുന്ന ലോണിൻ്റെ റീപേയ്മെൻറ്റ് ഫാദേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആക്കി കഴിഞ്ഞാൽ 80 അനുസരിച്ച് അവർക്ക് ഡിഡക്ഷൻ എലിജിബിൾ ആണ്. എമൗണ്ട് എത്രയാണെന്ന് പലരും ചോദിക്കും, അല്ലെങ്കിൽ എത്ര ഇയർ ക്ലെയിം ചെയ്യാമെന്ന്. എത്ര ഇയർ ക്ലെയിം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വർഷം തൊട്ടാണോ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ തുടങ്ങുന്നത് ആ വർഷം തൊട്ട് 8 വർഷത്തേക്ക് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഡിഡക്ഷനായിട്ട് എടുക്കാം. എമൗണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1.5 ലക്ഷത്തിൻ്റെ ലിമിറ്റ് വരുന്ന എമൗണ്ട് അല്ല ഇത് എക്സ്ട്രാ നമുക്ക് ക്ലെയിം ചെയ്യാമെന്നാണ് 80E എന്ന് പറയുന്നത്. എത്രയാണോ ഇൻട്രസ്റ്റ് ആ എമൗണ്ട് ഫുള്ള് നമുക്ക് ഡിഡക്ഷൻ എലിജിബിൾ ആണ്. ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾഡ് സ്കീമിൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഡിഡക്ഷൻ നമ്മൾ എലിജിബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂ സ്കീമിലാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്കീമിലുള്ളവർക്ക് ഈ പറയുന്ന ഓപ്ഷൻ എലിജിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഓൾഡ് സ്കീമിൽ റിറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ ബിസിനസ് ഇൻകം ഉള്ള ഒരാളാണ്, 80 അനുസരിച്ച് ഈ ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ പഴയ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഫോം 10IEA എന്ന് പറയുന്ന ഫോം ഫയൽ ചെയ്യുക. ആ ഒരു കാര്യം ഓർത്തിരിക്കുക.